ഇപ്പോൾ കിട്ടിയത് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. സംസ്ഥാനത്ത് 5 ജില്ലകളിൽ അസാധാരണ പ്രതിഭാസം. ഭൂമിക്കടിയിൽ നിന്ന് അസാധാരണ ശബ്ദവും മുഴക്കവും കേട്ടു എന്ന് നാട്ടുകാർ പറയുന്നു. വയനാട്, കോഴിക്കോട്, പാലക്കാട്, മലപ്പുറം, പത്തനംതിട്ട ജില്ലകളിലാണ് അസാധാരണ പ്രതിഭാസമുണ്ടായത്. പത്തനംതിട്ടയിൽ കോന്നി വെട്ടൂർ സ്കൂളിന് സമീപം മുഴക്കം കേട്ടെന്ന് നാട്ടുകാർ പറയുന്നു. മുഴക്കം അല്പനേരം നീണ്ടുനിന്നെന്നും പ്രദേശവാസികൾ പറഞ്ഞു. പത്തനംതിട്ടയിൽ നേവി ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജയശങ്കർ, പത്തനംതിട്ടയിലും പ്രകമ്പനമുണ്ടായി, ഇങ്ങനെ ശബ്ദം കേട്ടു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. എന്താണ് അവർക്ക് അനുഭവപ്പെട്ടത്? അവർ അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്, പറയുന്നത് എന്താണ് ജയശങ്കർ? റിജിത്ത്, ഇന്ന് രാവിലെയാണ് പത്തനംതിട്ട കോന്നി വെട്ടൂർ സ്കൂളിന് സമീപം ഇത്തരത്തിലൊരു പ്രകമ്പനമുണ്ടായെന്ന് നാട്ടുകാർ പറയുന്നത്. രാവിലെ 6 മണി 6:30 കൂടിയായിരുന്നു ഇത്തരത്തിലൊരു മുഴക്കം നാട്ടുകാർ കേട്ടത്. ആദ്യഘട്ടത്തിൽ ഈ പാറയും മറ്റും പൊട്ടിക്കുന്ന ശബ്ദമായിരിക്കുമെന്ന് നാട്ടുകാർ വിചാരിച്ചു. പക്ഷേ ഒരു അസാധാരണ ശബ്ദമാണ് ഭൂമിയിൽ നിന്നും ഈ നാട്ടുകാർ അനുഭവപ്പെട്ടത്. ഈ രാവിലെ ആദ്യഘട്ടത്തിൽ ഇത്രയൊരു ശബ്ദമുണ്ടായതിന് ശേഷം പിന്നീട് യാതൊരുവിധ പ്രശ്നങ്ങളും പ്രദേശത്ത് നിലവിൽ അനുഭവപ്പെട്ടിട്ടില്ല. എന്തായാലും ഈ സംഭവം ഈ നാട്ടുകാർ ഈ വില്ലേജ് ഓഫീസറെയും മറ്റും ഈ വിവരം നിലവിൽ അറിയിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ പരിശോധനകൾ നടത്തുന്നു എന്നാണ് നിലവിൽ പ്രദേശത്തെ വില്ലേജ് ഓഫീസറും മറ്റും അറിയിക്കുന്നത്. ഒപ്പം തന്നെ ഈ കോന്നി പ്രദേശത്ത് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിൽ വലിയ തോതിൽ മുഴക്കങ്ങളുണ്ടായി. അതിൻ്റെ ഭാഗമായി പത്തനംതിട്ടയിലും കോന്നി പ്രദേശത്തും രാവിലെ ഒരു മുഴക്കമുണ്ടായി എന്നാണ് നാട്ടുകാരുടെ പ്രതികരണം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട റവന്യൂ വകുപ്പ് വ്യക്തമായ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏത് പ്രദേശത്താണ് ഇത്തരത്തിലുണ്ടായത്, ഇതിനുള്ള കാരണം എന്താണ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രാദേശികമായി റവന്യൂ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും സർക്കാർ സംവിധാനങ്ങൾ ഇത്തരത്തിലൊരു പ്രകമ്പനം ഉണ്ടായി എന്നൊരു കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ നാട്ടുകാർ പറയുന്ന വിവരങ്ങൾ അനുസരിച്ച് രാവിലെ ഇത്തരത്തിൽ പ്രദേശത്ത് ഏറെ നേരം നീണ്ടു നിൽക്കുന്ന ഒരു പ്രകമ്പനം ഉണ്ടായിട്ടുണ്ട്. റിജിത്ത്, ശരി, നിലവിൽ 5 ജില്ലകളിലാണ് പ്രകമ്പനം അനുഭവപ്പെട്ടു എന്ന് നാട്ടുകാരുടെ പ്രതികരണത്തിലൂടെ മനസ്സിലാവുന്നു. പക്ഷേ ആശങ്ക വേണ്ട, സ്വാഭാവിക പ്രതിഭാസം എന്നാണ് അധികൃതർ അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്. ഭൂചലനമല്ല എന്നും ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. വയനാട് സൂചിപ്പാറ കാന്തൻപാറ വനമേഖലയിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾ മാറ്റാനായില്ല. അഴുകിയ നിലയിലായതിനാൽ PPE കിറ്റില്ലാതെ മൃതദേഹം മാറ്റാൻ കഴിയില്ല എന്ന് തെരച്ചിൽ സംഘം അറിയിച്ചു. ഹെലികോപ്റ്റർ സ്ഥലത്തെത്തി നൽകിയത് ഗ്ലൗസുകളും പാക്കിംഗ് ബാഗുകളും മാത്രമാണ്. സൂചിപ്പാറ പരപ്പംപാറ എന്ന സ്ഥലത്താണ് ഞങ്ങളുള്ളത്. ഞങ്ങൾ കഴിഞ്ഞൊരു 4 ദിവസം മുന്നേ ഞങ്ങൾ ഇതുവരെ സൂചിപ്പാറ വഴി വന്നിരുന്നു. പക്ഷേ നമുക്ക് ഇവിടുന്ന് കണ്ട് കടക്കാൻ കഴിയാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയായിരുന്നു. ഇന്നിപ്പോൾ ഞങ്ങൾ വാളത്തൂർ വഴി ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ പരപ്പംപാറ എന്ന സ്ഥലത്ത് ഇപ്പോൾ ഞങ്ങൾ ഒരു 4 ബോഡികളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് അവിടെ എന്താ പറയുക എടുക്കാനുണ്ട്, തിരയാനുണ്ട്. ഇവിടെ ബോഡികൾ ഇനി ഉണ്ട് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് ശരീരഭാഗങ്ങളും അതുപോലെ തന്നെ എന്താ പറയുക ഫുള്ളായിട്ടുള്ളതുണ്ട്. പക്ഷേ കുറച്ച് ടാസ്ക്കാണ് അത്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ഈ മൃതദേഹങ്ങൾ മാറ്റാനുള്ള നടപടി, കൂടുതൽ സംവിധാനങ്ങൾ എത്തിക്കുന്നതിനുള്ള നടപടി അത് ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് സുർജിത്ത്? നിലവിൽ ഇപ്പോൾ ഈ തെരച്ചിലിന് പോയ സംഘത്തെ ബത്തേരിയിൽ എത്തിച്ചിട്ടുണ്ട്. അവരെ ഹെലികോപ്റ്റർ മാർഗമാണ് ബത്തേരിയിൽ എത്തിച്ചത്. അവർക്ക് നേരത്തെ നൽകിയിരുന്നത് 2 സെറ്റ് ഗ്ലൗസുകളും അതോടൊപ്പം 3 മൃതദേഹം പാക്ക് ചെയ്യുന്ന ബാഗുകളുമാണ് ഹെലികോപ്റ്ററിൽ നിന്ന് നൽകിയിരുന്നത്. ഇതനുസരിച്ച് അവർക്ക് മൃതദേഹം മാറ്റാൻ കഴിയില്ല എന്നവർ അറിയിച്ചു. കാരണം അത്രമാത്രം ജീർണിച്ച അവസ്ഥയിലാണ് മൃതദേഹ ഭാഗങ്ങളുള്ളത്. PPE കിറ്റ് ഇല്ലാതെ മറ്റൊരു നടപടിയിലേക്ക് കടക്കാൻ കഴിയില്ല എന്നവർ അറിയിക്കുകയുണ്ടായി. ഇതേ തുടർന്നാണ് ഈ സംഘത്തെ ബത്തേരിയിൽ എത്തിച്ചത്. അവർ റിപ്പൺ ഭാഗത്തേക്ക് പോവുകയാണ്. ഇന്ന് റിപ്പൺ ഭാഗത്തു നിന്നാണ് അവർ നേരെ ഈ വനമേഖലയിലേക്ക് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഇറങ്ങിയത്. ഈ തിരച്ചിലിൽ ഇറങ്ങിയ ഘട്ടത്തിലാണ് കാന്തൻപാറയിൽ നിന്നുള്ള വെള്ളവും അതോടൊപ്പം തന്നെ സൂചിപ്പാറയിൽ നിന്നുള്ള വെള്ളവും സംഗമിക്കുന്ന ചാലിയാറാകുന്ന ആ പ്രദേശത്തേക്ക് എത്തിയത്. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തെരച്ചിൽ സംഘത്തിലുണ്ടായിരുന്ന അലി എന്നയാൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അലി, എന്താണ് സംഭവിച്ചത്? ഇത് അഴുകിയ നിലയിലായതിനാൽ PPE കിറ്റില്ലാതെ മാറ്റാൻ കഴിയില്ല എന്ന് ദൗത്യസംഘം, തെരച്ചിൽ സംഘം അറിയിച്ചതായി അറിയുന്നു. കൂടുതൽ എന്തെങ്കിലും സംവിധാനങ്ങൾ എത്തിക്കാനുള്ള നീക്കം ഉണ്ടാകുന്നുണ്ടോ അലി? അതായത് ഈ ബോഡി എന്ന് പറഞ്ഞാല് നമുക്ക് എന്താ പറയാ, PPE കിറ്റ് എടുത്താൽ തന്നെ നമുക്ക് കയ്യിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാൻ കഴിയില്ല. ആ ഒരു കോലത്തിലുള്ള ബോഡിയാണ് ഇപ്പൊ നമ്മൾ കണ്ടത്, 4 എണ്ണം. ആ ഒരു സ്ഥിതിക്ക് ഇവര് നമുക്ക് ആകെ ഒരു 2 പാക്കിംഗ് കവറും 4-5 ഗ്ലൗസും മാത്രം തന്നിട്ട് അത് എടുക്കാൻ പറഞ്ഞു. നമ്മൾ ആദ്യം റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇത് ചെയ്യാത്തതുകൊണ്ട് നമുക്കത് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒന്നാമത് ഈ സമയമായി. ഇവര് നമ്മള് 10 മണി തൊട്ട് ഈ സമയം വരെ നമ്മളവിടെ വെയിറ്റ് ചെയ്തു. എന്നിട്ട് എടുക്കാതെ ഇപ്പൊ നമുക്ക് അവിടുന്ന് വരാൻ കഴിഞ്ഞു. നമുക്ക് നല്ല വിഷമം ഉണ്ടായില്.
കാരണം ഇത് പിന്നെ ഇങ്ങനെ ഇത്രയും ടൈം നമ്മളവിടെ കാത്തിരുന്നല്ലോ. ശ്രീ അലി, ഇത് ഏത് പോയിന്റിലാണ് ഈ മൃതദേഹം കണ്ടെത്തുന്നത്? എത്ര മണിയോടുകൂടിയാണ് ഇങ്ങനെ ഒരു കാര്യം അറിയിക്കുന്നത് അലി? അത് നമ്മള് പിന്നെ രാവിലെ 6 മണിക്ക് നമ്മള് വാളത്തൂർ വഴി താഴോട്ട് ഇറങ്ങുക. 3 മണിക്കൂർ ഇറങ്ങാണ്ട് ഒരു 10 മണി ആ സമയത്താണ് നമ്മൾ താഴോട്ട് എത്തിയത്. 10 മണിക്ക് അവിടെ എത്തിയിട്ട് പിന്നെ ഏകദേശം ഒരു മണിക്കൂർ തെരഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഇത് സംഭവം കിട്ടിയിട്ടുണ്ട്. അപ്പൊ തന്നെ നമ്മൾ റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അവര് അത് എടുക്കാതെ ഇപ്പൊ നമ്മൾ വേറെ ഒന്ന് തിരയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇവരെ വെയിറ്റ് ചെയ്ത് നിന്ന് ഇത്രയും ടൈമായി. ഇപ്പൊ നമ്മളെ ഹെലികോപ്റ്റർ വന്ന് ലാസ്റ്റ് ഇവര് ഇത് ഇറക്കി തന്നിട്ട് പോയി. അതിനുശേഷം പിന്നെ ഹെലികോപ്റ്റർ അവിടെ വന്ന് അപ്പോൾ ബോഡി എടുക്കാനാണ് അവർ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ അത് പാക്ക് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമുക്കത് ചെയ്യാൻ കഴിയൂല. നമ്മളെ വിളിച്ച് പറയുന്നുണ്ട്, ഫോറസ്റ്റ് വഴിയൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. ഇവര് അതൊന്നും തരാത്തതുകൊണ്ട് നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഞങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്ത് ഇവര് രണ്ടാമത് വന്നപ്പോൾ ആ ഹെലികോപ്റ്ററിൽ കയറി വരില്ലാണ്ട് നമുക്ക് അവിടെ ഒരു നിവർത്തില്ല. അങ്ങനെ ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ ബത്തേരി കൂടുന്നിട്ടാണ് നമ്മളെ ഇറക്കിയിട്ടുള്ളത്. അങ്ങോട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് അങ്ങനെ ഇറങ്ങാൻ കഴിയാത്ത ഒരു ഏരിയയാണ്. നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു എന്താ പറയാ കുറച്ച് ടാസ്ക്കാണ് ഇറങ്ങിപ്പോക്ക്. നമ്മൾ കയറൊക്കെ ഇട്ട് കുറച്ച് ഇതിലാണ് നമ്മൾ ഇറങ്ങിയത്. എന്തായാലും പിന്നെ ബോഡി ഇനി അലി, ഇത് ഈ മൃതദേഹങ്ങൾ മാറ്റുന്നതിനെ കുറിച്ച് തുടർ നടപടി എന്നുള്ള നിലയിൽ എന്തെങ്കിലും ആലോചിക്കുന്നതായി അവർ അറിയിച്ചിരുന്നു അലി? അത് ഇവിടെ ഞങ്ങൾ ബത്തേരി തഹസിൽദാറെ കണ്ടിപ്പോ. അപ്പൊ തഹസിൽദാർ പറഞ്ഞ പിന്നെ PPE കിറ്റ് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് റെഡിയാക്കി തരാം, ഞങ്ങളടുത്ത് രാവിലെ ഇറങ്ങി ചെല്ലാൻ ഇവിടെ ഇവര് പിന്നെ ഹെലികോപ്റ്റർ വഴി വരും ഫിറ്റ് ചെയ്യാനെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് നാളെ എന്തായാലും ചെയ്യാൻ കഴിയുള്ളൂ, ഇന്നിപ്പോ സമയമല്ലല്ലോ. ശരി ശരി. അലിയൊക്കെ എപ്പോഴും എവിടെയാണുള്ളത്? അലി എത്ര പേരടങ്ങുന്ന സംഘമായിരുന്നു അത്? ഞങ്ങള് 8 പേര്, ചാമ്പ്യൻസ് ക്ലബ്ബ് റിപ്പണ്ട് പിന്നെ STBന്റെ കുറച്ച് ആൾക്കാരെ ഉള്ളത്. 8 പേരുണ്ട്. ബത്തേരി ഉണ്ട്. ശരി, വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ആ തെരച്ചിൽ സംഘത്തിന്റെ ഭാഗമായ അലിയാണ് നമ്മളോട് പ്രതികരിച്ചത്. ആ തെരച്ചിൽ സംഘത്തിലുണ്ടായിരുന്ന ഷാനവാസ് കൂടി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഷാനവാസ്, എന്താണ് സംഭവിച്ചത്? കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ അലി വിശദീകരിച്ചു. ഇങ്ങനെ കൂടുതൽ സംവിധാനങ്ങൾ ആ മൃതദേഹം മാറ്റുന്നതിന് വേണം, PPE കിറ്റില്ലാതെ മൃതദേഹം മാറ്റാൻ കഴിയില്ല എന്നുള്ള കാര്യമൊക്കെ അറിയിച്ചിരുന്നു. പക്ഷേ അതൊന്നും ലഭ്യമാക്കിയിട്ടില്ല. ഇനിയിപ്പോൾ നാളെയാണ് ആ മൃതദേഹം മാറ്റാനുള്ള നടപടികൾ കൂടുതലായി ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നതെന്നാണ് അലി പറഞ്ഞത്. എന്താണ് സംഭവിച്ചത് ഷാനവാസ്? ഷാനവാസുമായുള്ള ടെലിഫോൺ ബന്ധത്തിൽ ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. പിന്നീട് അദ്ദേഹത്തിലേക്ക് എത്താം എന്നാണ് കരുതുന്നത്. വയനാട് സൂചിപ്പാറ കാന്തൻപാറ വനമേഖലയിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. അഴുകിയ നിലയിലായിരുന്നു ആ മൃതദേഹങ്ങൾ ഉള്ളത്. PPE കിറ്റില്ലാതെ ആ മൃതദേഹം അവിടെ നിന്ന് മാറ്റാൻ കഴിയില്ല എന്ന് തെരച്ചിൽ സംഘം അറിയിച്ചിരുന്നു. ഹെലികോപ്റ്റർ സ്ഥലത്തെത്തി നൽകിയത് ഗ്ലൗസുകളും പാക്കിംഗ് ബാഗുകളും മാത്രമാണ് എന്നാണ് ഇപ്പോൾ ആ തെരച്ചിൽ സംഘത്തിൻ്റെ ഭാഗമായ അലി നമ്മളോട് പ്രതികരിച്ചത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂരിലെ പുലികളി ഒഴിവാക്കി. തൃശൂർ കോർപ്പറേഷന്റേതാണ് തീരുമാനം. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ ആഘോഷങ്ങൾ വെട്ടിച്ചുരുക്കിയിരുന്നു. സൂരജ് സജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന്. സൂരജ്, ഇതൊരു പ്രതീക്ഷിച്ച ഒരു തീരുമാനം തന്നെയാണ്, ഇപ്പോഴത് ഔദ്യോഗികമായി അറിയിക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ എന്താണ് സൂരജ്? സംസ്ഥാന സർക്കാർ അടക്കം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷങ്ങൾ റദ്ദ് ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ തൃശൂർ കോർപ്പറേഷനും തൃശൂർ ജില്ലയിലെ വിവിധ പരിപാടികൾ റദ്ദാക്കിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ പുലികളി ഒഴിവാക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ടായിരുന്നു സ്വരാജ് റൗണ്ടിൽ ഈ പുലികൾ ഇറങ്ങുക. പക്ഷേ ഇക്കുറി പുലികൾ ഇറങ്ങേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ഈ കോർപ്പറേഷൻ എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തൃശൂരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുമ്മാട്ടിക്കളി അടക്കമുള്ള ആഘോഷങ്ങൾ ആചാരപരമായി മാത്രം നടത്താനാണ് നിലവിൽ ഈ ഭാരവാഹികളുമായി കൂടിയാലോചിച്ചുകൊണ്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വയനാടിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 5 കോടി രൂപ നൽകുമെന്നും തൃശൂർ കോർപ്പറേഷൻ നിലവിൽ അറിയിച്ചിട്ടുണ്ട്. ശരി, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. പുലികളി ഒഴിവാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് അങ്ങനെ ഒരു തീരുമാനം. ചെറിയൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. വാർത്തകളിലേക്ക് വീണ്ടും. ഇപ്പോൾ മന്ത്രി PA മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. മറ്റു പൊതു ഉടമസ്ഥതയിലോ മാറാൻ കഴിയും വിധമുള്ള താമസ സൗകര്യം ഒരുക്കാനാകുന്ന കാര്യം ഇപ്പോൾ നമ്മൾ എല്ലാ നിലയിലും ശ്രമിച്ചിട്ടുണ്ട്, കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വാടകയും കലക്ടർ റിപ്പോർട്ട് ഞങ്ങൾ ചർച്ച ചെയ്ത് വാടകയും നിശ്ചയിച്ച് നൽകും. ഇപ്പോൾ വാടക വീടുകൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു 125 നമ്പറിനടുത്തേക്ക് വാടക വീടുകളായി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് കേന്ദ്ര സംഘം വന്നു, നിങ്ങൾക്കൊക്കെ അറിയാം. കേന്ദ്ര സംഘമായിട്ട് ഞങ്ങൾ ചർച്ച നടത്തിയിരുന്നു. അവർ പിന്നെ സ്ഥലങ്ങൾ മുഴുവൻ സന്ദർശിച്ചു. ഇവിടെ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിൻ്റെ ആഴവും വ്യാപ്തിയും അവർ മനസ്സിലാക്കിയിട്ടുണ്ട്.
ദുരന്തബാധിത മേഖലയുടെ അടിയന്തര പുനർനിർമ്മാണത്തിന് റീകൺസ്ട്രക്ഷൻ കോസ്റ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡർബീസ് ക്ലീനിങ്, ദുരന്ത മേഖലയിലെ മണ്ണും ചളിയും തകർന്ന കെട്ടിടാവശിഷ്ടങ്ങളും നീക്കം ചെയ്യാൻ 90 ദിവസമെങ്കിലും വേണം. അതിനും പ്രത്യേക സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരച്ചിൽ എത്ര ദിവസം തുടരണമെന്നുള്ളത് ഇപ്പോൾ അതിലൊരു കൃത്യത നമ്മൾ ചർച്ചയിൽ പറഞ്ഞിട്ടില്ല. സാധ്യമാകുന്ന എല്ലാ ശ്രമങ്ങളും നടത്തും എന്നുള്ളത് അവരെ അറിയിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ അത് ഇനിയും തുടരേണ്ടതായിട്ടുണ്ട്, നമുക്കറിയാം. അതും അവരുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രാറ്റുവിറ്റസ് റിലീഫ്, അതായത് ദുരന്ത മേഖലയിലെ ആളുകൾക്ക് അടിയന്തര സമാശ്വാസമായ ഒരു തുക അനുവദിക്കപ്പെടേണ്ടതുണ്ട്, അത് അവരുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചർച്ച ചെയ്തൊരു പ്രധാന വിഷയമാണ് ഈ വായ്പ പണമിടപാടൊക്കെ നടത്തിയവരെ ഭീഷണിപ്പെടുത്തുകയും അല്ലെങ്കിൽ ഫോൺ ചെയ്ത് പണം ചോദിക്കുന്ന സ്ഥിതി. കർക്കശ നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അവരുമായി ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ നിലയിൽ തന്നെ അത് കാണും. ഇവിടെയും അത് ശ്രദ്ധപ്പെടുത്തി, കേന്ദ്ര സംഘത്തിൻ്റെ ശ്രദ്ധയിൽ അത് പെടുത്തിയിട്ടുണ്ട്. അവരുടെ വായ്പകളിൽ ഇളവ് പ്രഖ്യാപിക്കേണ്ടതുണ്ട്, അത്തരം കാര്യങ്ങളും ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവർ 78 പേരാണ്, 78. പരമാവധി വാടക വീടുകൾ പരമാവധി അതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഇരിക്കുകയാണ്. അതുകൊണ്ട് താൽക്കാലിക പുനരധിവാസം അധികം വൈകാതെ തന്നെ ആരംഭിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആദ്യം ലഭ്യമാകുന്ന വീടുകളിലേക്ക് ആരെ താമസിപ്പിക്കണമെന്നുള്ളത് ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ ഒരു പരിശോധന നടത്തി ഉചിതമായ തീരുമാനം അധികം വൈകാതെ തന്നെ കൈക്കൊള്ളും. ഈ പറയുന്ന ക്വാർട്ടേഴ്സുകളിലേക്കൊക്കെ ആവശ്യമുള്ള ഫർണിച്ചർ, മറ്റ് കാര്യങ്ങളൊക്കെയുണ്ട്. അത് ഇതുപോലെ തന്നെ നല്ല മനസ്സിലുടമകളായവർ മറ്റുള്ളവരുമായി സംസാരിച്ച് ആ നിലയിൽ തന്നെ അതൊക്കെ വാങ്ങാനും ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം നമുക്ക് നേരത്തെ വിവരം തന്നതാണ്. 11:55 ഇവിടെ എത്തും. പിന്നെ അദ്ദേഹം ബെയിലി പാലം, പിന്നെ ഒരു ക്യാമ്പ്, പിന്നെ ഹോസ്പിറ്റൽ, പിന്നെ ഇവിടെ വന്ന് മീറ്റിംഗ്, ഇങ്ങനെയാണ് പൊതുവെ പറഞ്ഞിട്ടുള്ളത്. അതിൽ മാറ്റങ്ങൾ ഉണ്ടാകാം, നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതല്ല അത്. മാറ്റങ്ങൾ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാകും. എന്തായാലും 3 മണിക്കൂർ ഇവിടെ ഉണ്ടാകും. പ്രധാനമന്ത്രി ഇവിടെയുള്ള ഘട്ടത്തിൽ തെരച്ചിൽ നടത്തുക പ്രയാസകരമായിരിക്കുമെന്ന് ബന്ധപ്പെട്ട പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റി ടീം അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ വന്ന് പരിശോധന നടത്തി പോയതാണ്. അപ്പോൾ അതിൻ്റെ മറ്റു കാര്യങ്ങൾ അതെങ്ങനെ വേണം, നാളത്തെ തെരച്ചിലിൻ്റെ മറ്റു കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന് ഇന്ന് അവരുടെ ടീമുമായി ഞങ്ങൾ രാത്രി ഡിസ്കഷൻ നടത്തുന്നുണ്ട്. അതിനുശേഷം ഒരു ഉചിതമായി തീരുമാനം കൈക്കൊള്ളും. ഒരു 3 മണിക്ക് ശേഷം പ്രധാനമന്ത്രി പോയതിന് ശേഷം പിന്നെ ഒരു എത്രത്തോളം നടത്താൻ പറ്റുമെന്നുള്ള ഉൾപ്പെടെ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകും. ഇന്നത്തെ സംഭവം നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ വയനാട് ജില്ലയിൽ മാത്രമല്ല, ഇപ്പോൾ മലപ്പുറത്തും കോഴിക്കോടും പാലക്കാടും ഇപ്പോൾ പത്തനംതിട്ട വരെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇത് ഈ വിവരം അറിഞ്ഞ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ കലക്ടറേറ്റിലുണ്ടായിരുന്നു. കേന്ദ്ര സംഘത്തെ കാത്ത് ഞങ്ങളിവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ തന്നെ എല്ലാ ഇടപെടലും ഇവിടെ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. MLA-മാരുണ്ടായിരുന്നു, ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു, ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, ജില്ലാ കലക്ടർ ഉണ്ടായിരുന്നു. എല്ലാ നിലയിലുള്ള ഇടപെടലും അതാത് സ്ഥലങ്ങളിൽ നടത്തിയിട്ടുണ്ട്. നാഷണൽ സെൻറ്റർ ഫോർ സെസിമോളജി ന്യൂഡൽഹി അവരുമായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തു. വയനാട്ടിൽ ചില പ്രദേശങ്ങളുണ്ടായ ഭൂമിക്കടിയിൽ നിന്നുള്ള ഈ ശബ്ദങ്ങൾ അത് ഭൂചലനമല്ല എന്ന നിഗമനമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഇനിയും അറിയേണ്ടതുണ്ട്. നാഷണൽ സെൻറ്റർ ഫോർ സെസിമോളജി ന്യൂഡൽഹിയുമായിട്ടാണ് ചർച്ച ചെയ്തത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. ഇതിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നത് ജനകീയ തെരച്ചിലാണ്. ജനകീയ തെരച്ചിലിൻ്റെ അനുഭവം, ക്യാമ്പിൽ നിന്നും തെരച്ചിലിന് വന്ന ആളുകൾ അവിടെ എത്തി പലരും നിങ്ങളൊക്കെ കണ്ടതാണ്. വൈകാരികമായിരുന്നു അവർ. പക്ഷേ അത് ഇനിയും ജനകീയ തെരച്ചിൽ ഉണ്ടാകുന്നത് നല്ലതാണെന്നുള്ള അഭിപ്രായമാണ് ശ്രദ്ധപ്പെടുത്തിയിട്ടുള്ളത്. ദുരന്തബാധിതരുടെ താൽക്കാലിക പുനരധിവാസം ഉടനുണ്ടാകും. നിലവിൽ 125 വാടക വീടുകൾ തയ്യാറായിട്ടുണ്ട്. അതിനുള്ള വാടക നിശ്ചയിച്ചിട്ടുണ്ട്. ക്യാമ്പിലുള്ളവർക്ക് 10,000 രൂപ അടിയന്തര ധനസഹായം എന്നതുൾപ്പെടെ സർക്കാരിൻ്റെ തീരുമാനങ്ങൾ മന്ത്രിതല ഉപസമിതിക്ക് ശേഷം
വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുകയായിരുന്നു മന്ത്രി PM മുഹമ്മദ് റിയാസ്. ചെറിയൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. ഷോർട്ട് ബ്രേക്ക്. വാർത്തകളിലേക്ക് വീണ്ടും. ബ്രിട്ടനിലെ കുടിയേറ്റ വിരുദ്ധ കലാപത്തിൽ ആശങ്ക വേണ്ടെന്ന് സ്ഥിരതാമസക്കാരായ മലയാളികൾ. കലാപം നേരിട്ട് ബാധിച്ചില്ല എന്നാണ് ഭൂരിഭാഗം പേരും പറയുന്നത്. ആശുപത്രികളിലും സ്കൂളുകളിലും പോലീസ് സുരക്ഷ ശക്തമാണെന്നും ബ്രിട്ടീഷ് മലയാളികൾ 24-നോട് പറഞ്ഞു. സൗത്ത് പോർട്ടിൽ 3 പെൺകുട്ടികളുടെ മരണത്തിന് പിന്നാലെയാണ് ബ്രിട്ടനിൽ കുടിയേറ്റ വിരുദ്ധ കലാപം വ്യാപിച്ചത്. ഏഷ്യൻ ആഫ്രിക്കൻ വംശജരെ ലക്ഷ്യമിട്ടാണ് പലയിടത്തും കലാപകാരികൾ തെരുവിലിറങ്ങിയത്. ശരിക്കും ഇപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ പേടിയുണ്ട്. എങ്കിലും ഞങ്ങളുടെ ഏരിയ ഒന്നും ഇതുവരെ അഫക്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ നിയർ ബൈ പ്ലേസസിലൊക്കെ കുറച്ച് ഏരിയാസ് അവർ പറയുന്നുണ്ട്, ടാർഗറ്റഡ് പ്ലേസ് അവർ പറയുന്നുണ്ട്. അതൊക്കെ ഞങ്ങളുടെ അയൽവക്കത്തായിട്ട് വരും. കലാപബാധിത പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നാണെങ്കിലും നമുക്ക് നല്ല സെക്യൂരിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ആസ് ഫാർ ആസ് എല്ലാവരും സേഫ് ആണ്. മലയാളികൾ ജോലി ചെയ്യുന്ന ആശുപത്രികളിൽ ഉൾപ്പെടെ വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ ആ സൈഡ് സേഫാണ്, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ കഴിഞ്ഞ സാറ്റർഡേ സൺഡേ ഒക്കെ വെളിയിലൊക്കെ ഇറങ്ങരുതെന്നായിരുന്നു ഞങ്ങൾക്ക് അലർട്ട്. പിന്നെ എസ്റ്റർഡേ 7th പക്ഷേ ഞങ്ങൾക്ക് ഒരു പ്രോബ്ലംസ് ഒന്നും ഉണ്ടായില്ല. വാർത്തകളിൽ ആശങ്കപ്പെടേണ്ടെന്ന് വർഷങ്ങളായി ബ്രിട്ടനിൽ കഴിയുന്ന ജെയ്സി അഗസ്റ്റിൻ പറഞ്ഞു. പുറത്തിറങ്ങാനോ ജോലിക്ക് പോകാനോ തടസ്സമില്ലെന്നും ജെയ്സി പറഞ്ഞു. ശരിക്കും ആളുകൾ പറയുന്ന രീതിയിൽ യാതൊരു പ്രശ്നവും ഇവിടെയില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ രീതിയിലുള്ള എന്തൊക്കെയോ വയലൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ആളുകളെ ഇതുവരെയും ആ പ്രൊട്ടസ്റ്റ് മൂലം ആളുകളെ കൊല്ലുകയോ അങ്ങനെയുള്ള യാതൊന്നും സംഭവിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് കുടിയേറ്റ വിരുദ്ധ പ്രതിഷേധങ്ങൾക്ക് ശമനമുണ്ട്. കലാപത്തിനെതിരെ ഇന്നലെ കുടിയേറ്റത്തെ അനുകൂലിക്കുന്നവരും രംഗത്തെത്തിയിരുന്നു. പ്രതിഷേധക്കാർക്കെതിരെ സർക്കാർ നടപടി കർശനമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് 24. വഖഫ് ഭേദഗതി ബിൽ പരിഗണിക്കുന്നതിന് സംയുക്ത പാർലമെന്ററി സമിതി രൂപീകരിച്ചു. 31 അംഗങ്ങളാണ് സമിതിയിലുള്ളത്. ആർ രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ആർ കെ, സമിതി രൂപീകരണം പൂർത്തിയാവുന്നു. ആരൊക്കെ അംഗങ്ങൾ? വിശദാംശങ്ങൾ എന്താണ്? ആർ കെ. BJP അംഗം ജഗദംബിക പാലിന്റെ നേതൃത്വത്തിലാണ് ഈ സമിതി, അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലാണ് സമിതി ഉണ്ടാക്കിയിരിക്കുന്നത്. സമിതിയിൽ 21 പേരാണ് ലോക്സഭയിൽ നിന്നും അംഗങ്ങളായിട്ട് മാറുക. 10 പേർ രാജ്യസഭയിൽ നിന്ന് ഇതിന്റെ ഭാഗമായിട്ട് എത്തും. ഗൗരവ് ഗഗോയ് അടക്കമുള്ളവരാണ് കോൺഗ്രസ് പട്ടികയിൽ നിന്ന് ഈ സമിതിയുടെ ഭാഗമായിട്ട് ഉൾപ്പെടുന്നത്. അസദുദ്ദീൻ ഒവൈസി ഈ പട്ടികയിൽ ഇടം കണ്ടെത്തിയിട്ടുണ്ട്. അദ്ദേഹം ലോക്സഭാംഗമാണ്. എന്നാൽ പ്രതീക്ഷിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മുസ്ലിം ലീഗിന് ഈ സമിതിയിൽ പ്രാതിനിധ്യം നൽകാനായിട്ട് തയ്യാറായിട്ടില്ല സ്പീക്കർ എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പ്രതിഷേധം ഉണ്ടോ എന്നതിനെ സംബന്ധിച്ച് ലീഗ് വ്യക്തമാക്കിയിട്ടില്ല. ഏതായാലും ലീഗിന് പ്രാതിനിധ്യം ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ പുറത്തു വന്ന പട്ടികയിൽ നിന്ന് വ്യക്തമാകുന്നത്. ശരി, ആർ കെ വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്. 31 അംഗ സമിതിയാണ്. മുസ്ലിം ലീഗിന് പ്രാതിനിധ്യം ഇല്ല. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാവുകയാണ്. ഇനി സ്പോൺസേർഡ് പരിപാടി നാം മുന്നോട്ട് കാണാം. നമസ്കാരം.